അതേപോലെ ഈ ഇപ്രാവശ്യം ഒരു ഭയങ്കരമായിട്ട് മറ്റേ ഇവിടെ ഇല്ലേ മെട്രോന്റെ അടുത്ത് വെള്ളം കറിയില്ലേ അതിന്റെ സൈഡിലുള്ള ഇതേപോലത്തെ സ്റ്റോൺ ഇതുണ്ട് അപ്പൊ ആ ജോയിന്റ്സ് ഇതെല്ലാം മറ്റേ വിറ്റമിൻ മറ്റേ ഷീറ്റില്ലേ വാട്ടർ പ്രൂഫ് ഷീറ്റെല്ലാം ഒട്ടിച്ച് വെച്ചിട്ട് പ്ലാസ്റ്റിക് എടുത്ത് കവറിൽ ചെയ്ത് വെച്ചോളാം. ആൾക്കാരെങ്ങനെ കുട്ടികളെങ്ങനെ ഇടാൻ മോനെ വിളിക്കുന്നല്ലേ. അപ്പൊ എനിക്ക് തോന്നിയാണല്ലോ ഇതിലിട്ടാ രസമാവല്ലോ എന്ന് തോന്നിയിട്ട് ആദ്യം സിഗരറ്റ് കത്തിക്കാൻ വേണ്ടിട്ട് എന്താണത് ഞാൻ വിചാരിച്ചു ഓന് വിട്ട് കിട്ടിയതാ. ഓന് മോത്ത പേടി നല്ലോണം ഇല്ലേ? കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അറിയണല്ലോ പറഞ്ഞോ. നമ്മളധികം കളിക്കുന്ന പേരൊക്കെ ഞാൻ കസിൻസ് എല്ലാവരും കൂടിയാണ് കളിക്കാൻ. ബട്ട് ഓൾസോ പോയോ അത് പിടിച്ചു നിക്കാൻ പറ്റണം. ഓല് എന്ത് പറഞ്ഞാലും പിടിച്ചിക്കലും ഉണ്ടായിരുന്ന പോരെ നടക്കൂല മോളെ. അതിന്റെ വീഡിയോസ് നീ കാണണോ? കണ്ടിട്ട് ചിലപ്പോ ചെറിയ കേസിനൊക്കെ ആയിരിക്കും മോളെ ഓല് അടി ഉണ്ടാക്കുന്ന കാണും. അങ്ങനെ ചില നേരം അങ്ങനെ പറയും. അങ്ങനെയുണ്ട്. നീ റിയാക്ട് ചെയ്യുമ്പോ നീ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ എനിക്ക് വോട്ട് കിട്ടുള്ളൂ. നിനക്ക് വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പം പറയുന്ന ഒന്നും ഞാൻ ഇടപെടുന്നില്ല, ഒന്നും ഞാൻ ഇടപെടുന്നില്ല. പെട്ടെന്ന് ഒഴിവാകും. അതാണ്. അപ്പൊ ഇവർക്ക് ഈ തല്ല് വേണോ? അപ്പൊ അവരെന്നെ ഇവർക്കല്ല വേണ്ടത്, തല്ല് നമുക്കാ വേണ്ടത്. മീൻസ് പ്രേക്ഷകരാണ് ഈ തല്ല് കണ്ടിട്ട് ആസ്വദിക്കുന്ന. കുറേ വീഡിയോസ് കണ്ടു. എന്നാ സീൻ അറിയോ? ചില ആളുകളോട് കാസ്റ്റിംഗ് കൗച്ച് ചെയ്ത് മനസ്സിലായി. കാസ്റ്റിംഗ് കൗച്ച് അറിയില്ല. പിന്നെ സെക്ഷലി അവരെ ഇതിന് വേണ്ടിയിട്ട് പെൺകുട്ടികളോടൊക്കെ പറയുന്നുണ്ട്. അതുപോലും ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ആവും പോയി പോകും. തകരും ഉറപ്പാ. അത്ര കോക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എത്ര വീഡിയോസ് നമ്മളെ ഓളതാക്കിയിട്ട് വരുന്നത്. തിരിച്ച് വീട്ടിൽ പോകണ്ട ഇവർക്കൊക്കെ പോകേണ്ടതല്ലേ. അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ജാസ്മിൻ്റെ ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ്. ഇതെല്ലാം എങ്ങനെ വരുന്നത് അറിയിക്ക്. മനുഷ്യനെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ലെവല് വരെ ആക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് നമ്മുടെ സ്വഭാവം എന്തായാലും നമുക്ക് പുറത്തെടുക്കണം. അത് പുറത്ത് വരുമ്പോൾ സ്ട്രേഞ്ചേഴ്സായ ഒരുപാട് ആളുകൾ കൂടിച്ചേർന്നിട്ട് അവരുടെയൊക്കെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ പുറത്തേക്ക് വരുമ്പം അവിടെ ഉണ്ടാകുന്ന ക്ലാഷും അവിടെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അതൊക്കെ കാണാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ തമ്മിൽ എന്താണ് ഉണ്ടാവും ക്ലാഷോ. നിൻ്റെ അഭിപ്രായം ആയിരിക്കില്ല എൻ്റെ അഭിപ്രായം ഒരു കാര്യത്തിൽ അല്ലേ. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. ആ പ്രോബ്ലം കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് നല്ല നമുക്ക് ഗോസിപ്പാണ് ഇതെല്ലാം. ടെക്നിക്കലി ഗോസിപ്പാണിത്. മറ്റുള്ളവരുടെ ലൈഫിലുള്ള കാര്യങ്ങള് ഇപ്പൊ നമ്മുടെ അയൽക്കാരെ വീട്ടിൽ പോയിട്ട് ഒളിഞ്ഞു നോക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇവരെ വീഡിയോ അങ്ങനെ കാണലും. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഈ ഗോസിപ്പുകൾ കൂടുന്ന ആളുകളില്ലേ ഓലോലയിൽ ഒഴിവാക്കില്ല. പറയാൻ അങ്ങനെ വിളിക്ക് ചാനൽ റേറ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ കലവില വേണോ? പുറത്താവേണ്ട സമയം കഴിഞ്ഞ്. പക്ഷെ അവര് പുറത്താക്കൂല. ഓക്കെ ഇവര് ജയിക്കും. പക്ഷെ ഇവർക്ക് എത്ര നഷ്ടങ്ങൾ അവർ സംഭവിക്കുന്നവർ ആലോചിക്കുന്നില്ലല്ലോ. അല്ലെ ലൈഫ് ഇതോടെ തീരുന്നില്ലല്ലോ. 6 മാസം കൊണ്ട് ആൾക്കാർ മറന്നു. ഞാൻ ഇപ്രാവശ്യം ഇത് കാണാൻ കാരണം ജാസ്മിനാണ്. ഇഷ്ടമുള്ള ഒരു വ്ളോഗർ ആയിരുന്നു. എന്തൊക്കെയോ നല്ല രസമായിരുന്നു ഓളെ വർത്താനം. അങ്ങനെ ഞാൻ കേറിയതായിരുന്നു കാണാൻ. പക്ഷെ ഓക്ക് കിട്ടുന്ന ബുള്ളിങ്ങിനും പുറത്തുനിന്ന് കിട്ടുന്ന ഓരോ ഇത് കാണുമ്പോൾ പിന്നെ ഓൾ അതിൻ്റെ ഉള്ളിൽ ഓരോ കാട്ടിക്കൂട്ടലും കാണുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഹേറ്ററായി മാറും. പാലസ് അല്ല കണ്ടോ അവിടെ അങ്ങനെ അപ്പുറം അങ്ങനെ റോഡ് കണ്ടു. കടലല്ലേ വേറെന്തോ ആണ് പോയല്ലോ.
എന്റെ വാച്ച് ഇതാ. ഒട്ടകത്തിന് കൊണ്ടാവാം വണ്ടിയിൽ. മരങ്ങളും പച്ചപ്പ് കാണാം. സോഫ കൊണ്ടുവന്നു. കറുപ്പ് തന്നെയാ? ബ്ലാക്ക് ഫുള്ള് കൺട്രോൾ പെണ്ണുങ്ങളാണ്. അവന്റെ ചെലവായ 12 ലക്ഷം. ഒരു കൊല്ലം അത് നടത്തി കഴിഞ്ഞിട്ട് അവർക്ക് 59 ലക്ഷം. ഓരോ സാധനത്തിലേക്ക് ആ നിവൃത്തി ചെയ്യാത്ത മുമ്പിലൊക്കെ സ്ലോ ആയി നാഷണൽ സ്പോർട്സ് ഇതെല്ലാം കണ്ട അറിയാം എടുത്തേ. ബീച്ചൊന്നും ഇല്ല മോനെ, മമ്മ വെറുതെ പറഞ്ഞതാ. ഇതാ UAE യൂണിവേഴ്സിറ്റി തന്നെ ഷെയ്ഖ് ഖലീഫ. അപ്പൊ അന്ന് നീ എന്തുകൊണ്ട് ഇവരെ കാണാൻ പോവാഞ്ഞ? അബുദാബിയിൽ പോയിട്ട് ഒരു ഹോട്ടൽ മേടിക്കണം. അന്ന് ഇറങ്ങാറാ മെയിൻ ടൗൺ അല്ലാത്ത ഏരിയ എന്നൊക്കെ. ഇതാണെങ്കിൽ മുക്കില് സിഗ്നലും. എനിക്ക് വീഡിയോ നോക്കാൻ മൂടില്ലാത്ത എനിക്ക് തോന്നി. ഞാൻ കൊറേ സമയം കൊണ്ട് ഒന്ന് വീഡിയോ നോക്കണം, ഒന്ന് വീഡിയോ നോക്ക്. അല്ല മ്യൂസിയത്തിൽ ആകെ ഞാൻ കണ്ട പുറത്തുള്ളൊരു കാറാണ് വീഡിയോ കാണിച്ചാല്. നിർത്തിയിട്ടൊരു കാർ ചിലപ്പോ ഉള്ളോട്ട് ക്യാമറ പറ്റൂലെങ്കിലോ? അങ്ങനെ ഉണ്ടാവല്ലോ. അങ്ങനെ ചിന്തിക്കും. ഈ പോസ്റ്റ് പിന്നെ ദുബായി പോയിട്ട് തിന്നാ മതി.